കോഴിക്കോട് ആഴ്ചവട്ടത്ത് കടമുറിയിൽ കത്തിക്കരിഞ്ഞ നില കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. കക്കോടിയിലെ സന്തോഷ് കുമാറാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് നിഗമനം. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകും. നിഖിൽ പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 6:30 കൂടിയാണ് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കോഴിക്കോട് ആഴ്ചവട്ടത്തെ ഒരു കടമുറയ്ക്ക് മുകളിലെ താമസിക്കുന്ന മുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. ഈ മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞതിനാൽ ആളെ തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകളുടെയും അടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം പുറത്തുണ്ടായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും ശേഖരിച്ചതിൽ നിന്നാണ് മരിച്ചത് കക്കോടി സ്വദേശിയായിട്ടുള്ള സന്തോഷ് കുമാറാണ് എന്ന് പോലീസ് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. കെട്ടിട ഉടമയെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. പക്ഷേ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് പോലീസ് കരുതുന്നില്ല. ഇതൊരു പ്രാഥമികമായ ഒരു ആത്മഹത്യ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. DNA പരിശോധനയ്ക്കായി ഈ മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞതുകൊണ്ട് തന്നെ DNA പരിശോധനയിലൂടെ മാത്രമേ ഇത് മൃതദേഹം ആരുടേതാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക്, അന്തിമ ചിത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു ബന്ധുവിൻ്റെ DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ച് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ ചിത്രം വ്യക്തമാകും. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഏതാണ്ട് 60 മുതൽ 65 വരെ പ്രായത്തിനിടയിൽ ഉള്ള സന്തോഷ് കുമാർ എന്ന കക്കോടി സ്വദേശിയുടേതാണ് മൃതദേഹം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.